അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്പം മഹബത്ത് പറഞ്ഞ് പങ്കുവെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ ആഹ്ലാദം പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായി അസാസ് സംഘടിപ്പിച്ച അൽ ജമാൽ കമാൽ പരിപാടി ഇന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹബത്തുമായി പങ്കുവെച്ച് തുടരുകയാണ്. എത്യോപ്യയിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വേരുള്ളത്. അവിടെ നിന്ന് യമൻ വഴി അബ്രഹത്ത് രാജാവ് കഅബ പൊളിക്കാൻ വേണ്ടി വരുന്ന സംഘത്തിൻ്റെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട ബിലാലിൻ്റെ ഉമ്മയായ ഹമാമ ഉമ്മയും ഉണ്ടായിരുന്നു. അബ്രഹത്തിൻ്റെ സംഘം തകർന്നു. ഹമാമയെ അറബികൾ അടിമയായി പിടിച്ചെടുത്തു. കുറേ നാളുകൾ കഴിയുന്നു. അതേപോലെ അറബി അടിമയായ റബാഹ് എന്നവരെ കൊണ്ട് ഇവരെ വിവാഹം ചെയ്യിപ്പിക്കുന്നു. ആ വിവാഹത്തിൽ പിറന്ന പുത്രനാണ് പ്രിയപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആനക്കലഹ കൊല്ലത്തിൻ്റെ 10 വർഷം ശേഷമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അടിമയുടെ മകൻ, അടിമയായി ജനിച്ച ബിലാൽ, നീഗ്രോ വർഗക്കാരനായ ബിലാൽ, സൗന്ദര്യമില്ലാത്ത ബിലാൽ, കറുകറുത്ത ബിലാൽ. ആ ബിലാൽ ഒട്ടകത്തെ മേയ്ക്കുകയും ആട്ടിനെ മേയ്ക്കുകയും ചെയ്യുന്നു. ആട്ടിനെ മേയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഇതാ 2 ആളുകൾ ഒരു ഗുഹയിൽ ഇരിക്കുന്നത് ദൃഷ്ടിയിൽപ്പെട്ടു. കുശലമന്വേഷിക്കാൻ എന്ന നിലയിൽ അവരുടെ പരിസരത്തെത്തുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, താങ്കളുടെ ആട്ടിൻ്റെ കൂട്ടത്തിൽ കറവയുള്ള ആടുണ്ടോ? ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതേ ഉണ്ട്, എനിക്ക് ഭക്ഷണമായി അനുവദിച്ച ഒരാടുണ്ട്. എൻ്റെ ഭക്ഷണം ഞാൻ മുടക്കിക്കൊണ്ട് ആ ആട്ടിൻ്റെ കറവ നിങ്ങൾക്ക് ഞാൻ നൽകാമെന്ന് പറഞ്ഞ് ആട്ടിനെ വിളിച്ചുകൊണ്ട് വരുന്നു. ഹബീബ മുത്തുനബി തങ്ങൾ അതിൻ്റെ അകിടിൽ തടകുന്നു. പാൽപാത്രം വെച്ചുകൊണ്ട് കറക്കുന്നു. ആവശ്യത്തോളം മുത്തുനബിയും സിദ്ദീഖ് തങ്ങളും കുടിക്കുന്നു. ബിലാലിന് കുടിക്കാൻ കൊടുക്കുന്നു. ബിലാലിൻ്റെ സഹകരണവും സന്തോഷവും നബിതങ്ങളെ ആകർഷിക്കുകയും ഹബീബ നബിതങ്ങൾ ബിലാലിനോട് ചോദിച്ചു, ബിലാൽ, ഇങ്ങനെ നടന്നാൽ മതിയോ? ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനിലും അവൻ്റെ ദൂതരായ എന്നിലും നിനക്ക് വിശ്വസിക്കേണ്ടതില്ലേ? ചോദിച്ച മാത്രയിൽ അതേ നബിയെ, എനിക്ക് വിശ്വാസം, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരൂ. മുത്തുനബി തങ്ങൾ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുന്നു. ആ നിമിഷം തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാകുന്നു. നബി തങ്ങൾ പറഞ്ഞു, നീ ഒരു അടിമയാണ്, ഈ രഹസ്യം നീ മറച്ചു വെക്കണം. ബിലാൽ ആഹ്ലാദത്തോടെ, ആനന്ദത്തോടെ, അപ്പോൾ തന്നെ മഅരിഫത്തിൻ്റെ മധുരം നുണച്ചുകൊണ്ട് ബിലാൽ പിന്നെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. യജമാനൻ അറിയാതെ 2-3 ദിവസം അങ്ങനെ കഴിഞ്ഞു. ബിലാലിൻ്റെ ആടുകൾക്ക് പാല് കൂടുന്നത് കണ്ടുകൊണ്ട്, നീ ഇപ്പോൾ മേയുന്ന സ്ഥലത്ത് തന്നെ ഇനിയും പോകണമെന്ന് ആ വീട്ടുകാർ പറഞ്ഞു. വീണ്ടും അവിടെ തന്നെ പോകാൻ അവസരം കിട്ടി. 2-3 ദിവസം ഹബീബ നബി തങ്ങളുടെ തർബിയത്ത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ലഭിക്കുന്നു. ചുരുക്കത്തിൽ ബിലാലിൻ്റെ മനസ്സ് മുഴുവൻ ആത്മീയ ലഹരിയിൽ ആനന്ദത്തുന്നിരനായി ആഹ്ലാദിച്ചു നടക്കുകയാണ്. ഈ വിവരം പിന്നീട് ബിലാലിൻ്റെ യജമാനൻ ഉമയ്യത്ത് ഈ വിഷയം അറിയുന്നു. അയാൾക്ക് പ്രതിഷേധമായി. അയാൾ ആദ്യം അത് വിശ്വസിച്ചില്ല. എൻ്റെ ബിലാൽ ഒരിക്കലും അത് ചെയ്യില്ല. എനിക്ക് കച്ചവടം നടത്തി ലാഭം കൊണ്ടുതരുന്ന ബിലാൽ, എനിക്ക് ആടുകളെ മേയിച്ച് നേട്ടമുണ്ടാക്കി തരുന്ന ബിലാൽ എന്നെ മറികടന്നൊരു കാര്യം ചെയ്യില്ല എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അത് തിരുത്തുമെന്ന് പറഞ്ഞ് ബിലാലിനെ സമീപിക്കുകയും ബിലാലിനോട് ഇതിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ബിലാൽ പറഞ്ഞു, ഉമയ്യത്തെ, നിങ്ങൾ എൻ്റെ സയ്യിദാണ്, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഞാൻ ഈ വിശ്വാസത്തിന് പിന്തിരിയില്ല. അയാൾ ക്രൂരമായി മർദ്ദിച്ചു, ചാട്ടവാറ് കൊണ്ടടിച്ചു. ഒരു രക്ഷയുമില്ലെന്ന് കണ്ടപ്പോൾ ഇരുമ്പിൻ്റെ പടയങ്കി കൊണ്ട് ബിലാലിൻ്റെ ശരീരം പൊതിയുകയും ചുട്ടുപഴുത്ത മണൽപ്പരപ്പിൽ വെയിലത്ത് കിടത്തി പാറക്കല്ലുകൾ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തു. അവസാനം ഇയാൾ തെരുവ് പിള്ളാരെ വിളിച്ചിട്ട്, ഇതാ
ഇവനെ വലിച്ചഴിച്ച് തെരുവോരങ്ങളിലൂടെ നിങ്ങൾ കൊണ്ടു നടന്ന് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് ബിലാലിനെ തെരുവിള്ളർക്ക് വിട്ടുകൊടുക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തെരുവോരങ്ങളിലൂടെ വലിച്ചഴയ്ക്കുന്നു. പഴുത്ത ഇരുമ്പിൻ്റെ ചട്ടയ്ക്കുള്ളിൽ പൊള്ളിക്കഴിയുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഓരോ തല്ലു കിട്ടുമ്പോഴും അഹദ് അഹദ് എന്ന് ഉറക്കെ പറയുകയാണ്. മഅരിഫത്തിൻ്റെ ഇമാമുമാർ ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഏത് ഭൗതികമാകുന്ന വേദനയെയും ആത്മീയതയുടെ മധുരം കൊണ്ട് പ്രതികരിക്കാൻ കഴിയും. അങ്ങനെയാണ് ബിലാൽ അവിടെ പിടിച്ചു നിന്നത്. ഈ സന്ദർഭത്തിൽ ഒരു ദിവസം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ക്രൂരമായ പീഡനം കണ്ടുകൊണ്ട് വരുമ്പോൾ ഉമയ്യത്തിനോട് ചോദിക്കുന്നു, ഉമയ്യത്തെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ധാർമ്മികമാകുന്ന വിശ്വാസം ഏറ്റെടുത്തതിൻ്റെ പേരിലാണോ ഈ പ്രിയപ്പെട്ട ബിലാലിനെ നീ ഇത്രയും ദുഷ്ടത്തരം കാണിക്കുന്നത്? ഒരു കാര്യം ചെയ്, അവനെ നീ എനിക്ക് വിറ്റേക്ക്, ഞാൻ ഏറ്റെടുത്തോളാം. ബിലാൽ ജീവിക്കുകയില്ല, ബിലാലിന് ചത്തുപോകുമെന്ന് കരുതിയിട്ടാണ് ഉമയ്യത്ത് 7 ഊഖിയ 280 ദിർഹമിന് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് തങ്ങൾക്ക് വിൽക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ ഏറ്റെടുത്ത് മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ആ ഹബീബ് മുത്തുനബി തങ്ങൾ നിറകണ്ണുകളോടെ ബിലാലിനെ കെട്ടിപ്പുണരുകയാണ്. ബിലാലിൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു നല്ല മനുഷ്യൻ കെട്ടിപ്പുണരുന്ന ആസ്വാദകരമാകുന്ന അനുഭൂതി ആസ്വദിക്കുകയാണ്. ബിലാൽ എല്ലാം മറന്നു. ബിലാൽ നബി തങ്ങളിലേക്ക് ആകൃഷ്ടനായി. ബിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പിന്നെ സന്തത സഹചാരിയായി മാറി. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ദഅവത്ത് ബാങ്ക് വിളിക്കാനുള്ള ചുമതല മുത്തുനബി തങ്ങൾ ഏൽപ്പിച്ചു. നബി തങ്ങളുടെ കൂടെ എല്ലാ യുദ്ധത്തിനും ബിലാൽ റളിയല്ലാഹു അൻഹു പങ്കെടുത്തു. പ്രത്യേകിച്ച് ബദർ യുദ്ധം ഒരു പ്രത്യേകമാകുന്ന യുദ്ധമായിരുന്നല്ലോ. ബദർ യുദ്ധത്തിൻ്റെ ഒരു രസകരമാകുന്ന സംഭവം, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി പീഡിപ്പിച്ച ഉമയ്യത്ത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. ഉമയ്യത്തിന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ വാഗ്ദാനം കൊടുത്ത് തൻ്റെ കസ്റ്റഡിയിൽ നിർത്തി. ഇത് കണ്ടുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് ശത്രുവായ ഉമയ്യത്തിന് വിട്ടുതരണമെന്ന് പറഞ്ഞു. അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വാളുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിച്ച് വേദനിപ്പിച്ച ഉമയ്യത്തിനെ കൊലപ്പെടുത്താൻ അല്ലാഹു തആല അവസരം കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം മൂർച്ഛിക്കുകയാണ്. ആ സമയത്ത് ബിലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാൽ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എനിക്ക് പകരം ഇമാമത്ത് നിൽക്കാൻ പറയൂ. ആ വാർത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഹബീബ് വിടവാങ്ങുകയാണ്, എൻ്റെ ഹബീബ് യാത്ര പറയുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു മാറിപ്പോയി, ഒറ്റയ്ക്കിരുന്ന് ഏങ്ങി കരഞ്ഞു. നബി തങ്ങളുടെ അവശമാകുന്ന ശബ്ദം ബിലാലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ റസൂൽ വിടവാങ്ങുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ആകെ നിരാശനായി, എല്ലാ സന്തോഷവും വിട്ടു. സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ, എനിക്ക് നിങ്ങൾ സമ്മതം തരണം, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. മുത്തുനബി ഇല്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. മുത്തുനബി ഇല്ലാത്ത ഒരു നിമിഷം എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ബിലാൽ, നബി തങ്ങൾ ഏൽപ്പിച്ച നിങ്ങൾ ബാങ്ക് വിളിക്കാവുന്ന ഉത്തരവാദിത്വം നിങ്ങൾ തുടരണം. മഹാനായ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, ഇല്ല, എനിക്കത് കഴിയില്ല. അവസാനം മനസ്സോടെ പലരുടെയും സമ്മർദ്ദമുണ്ടായിട്ടും ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഡമസ്കസിലേക്ക് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. നാളുകളേറെയായി നബി തങ്ങളെ കാണാൻ വരാതെ, നബി മദീനയുമായി ബന്ധമില്ലാതെ കഴിയുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ ചെല്ലുകയാണ്. ചോദിക്കുന്നു, മാ ഹാദിഹിൽ ജഫ്വത്തു യാ ബിലാൽ, ബിലാലെ, ഇതെന്തൊരു അകൽച്ചയാണ്, എൻ്റെ അടുക്കൽ എന്തുകൊണ്ട് നീ വരുന്നില്ല? അത് കേട്ട ഉടൻ ഞെട്ടി ഉണർന്ന് പെട്ടെന്ന് വാഹനം തയ്യാറാക്കി ബിലാൽ റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് കയറി അതിവേഗതയിൽ മദീനയിലെത്തി. മുത്തുനബിയുടെ റൗള ഷരീഫിൽ മുഖങ്ങൾ വെച്ച് ഏങ്ങി കരഞ്ഞ് സിയാറത്ത് ചെയ്തു. ബിലാൽ വന്നെന്നറിഞ്ഞപ്പോൾ പലരും ഓടിക്കൂടി. മുത്തുനബിയുടെ പേരക്കിടാങ്ങൾ ഹസനും ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ വന്നു. അവർ പറഞ്ഞു, ബിലാലുപ്പാ, ഒരു ബാങ്ക് കേൾക്കണം, ബാങ്ക് ഒന്ന് വിളിക്കണം. ബിലാലുപ്പ ആ മക്കളുടെ സമ്മർദ്ദത്തിന് വശംവദനായി, കഴിയില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി. മദീനയിൽ മുത്തുനബിയുടെ വഫാത്തിൻ്റെ ശേഷം ബിലാലിൻ്റെ ശബ്ദം മുഴങ്ങുകയാണ്. ആ ബാങ്കുലി കേട്ടുകൊണ്ട്
മദീന നിവാസികൾ മുഴുവൻ പുറത്തിറങ്ങി ശബ്ദം ശ്രവിച്ചു. അവരെല്ലാം ഏങ്ങിക്കരഞ്ഞു. പക്ഷേ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അത് വിളിച്ച് തീർക്കാൻ കഴിയാതെ ബിലാൽ മുഅദ്ദിൻ ബോധരഹിതനായി വീഴുകയാണ്. അന്തരീക്ഷം സങ്കടകരമായി മാറി. എല്ലാവരും ഏങ്ങിക്കരഞ്ഞു. ആ പ്രിയപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ആർക്കും ഒന്നും വെക്കാൻ കഴിഞ്ഞില്ല. ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു അതാ കുടുംബത്ത് വഫാത്താവാൻ കിടക്കുന്ന സമയം, ഭാര്യ മാത്രമേ ഉള്ളൂ, മക്കളില്ലല്ലോ. ആ ഭാര്യ സങ്കടപ്പെട്ട് കരയുകയാണ്. വാ കർബാ, എൻ്റെ ഭർത്താവിൻ്റെ വേദനയെ, മരണത്തോട് മല്ലടിക്കുന്ന സന്ദർഭമേ എന്ന് പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്ന് സ്വപ്നം കണ്ടു. ബിലാൽ, നീ യാത്ര പറയാനിരിക്കുകയാണ്. സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ എന്തെന്നില്ലാത്ത ആഹ്ലാദമായി മരണത്തോട് മല്ലടിക്കുന്ന മരണവേദനയുടെ സന്ദർഭത്തിൽ എല്ലാവരും ചുറ്റുഭാഗം നിന്ന് കരയുമ്പോൾ ബഹുമാനപ്പെട്ട ബിലാലിൻ്റെ വാക്കുകൾ മറക്കാൻ കഴിയില്ല. വാ തറബാ വദൻ അൽഖൽ അഹിബ്ബത മുഹമ്മദൻ വസഹിബാ. എനിക്കെത്ര സന്തോഷമുണ്ട്, എനിക്കെത്ര ആനന്ദമുണ്ട്. ഈ മരണത്തോടുകൂടെ ഞാൻ ചെന്നു ചേരുന്നത് എൻ്റെ ഹബീബിൻ്റെ ചാരത്തേക്കാണല്ലോ, അനുയായികളുടെ അരികിലേക്കാണല്ലോ. ഞാൻ വല്ലാത്ത സംതൃപ്തനാണെന്ന് പറഞ്ഞ് ഈമാനിൻ്റെ മഅരിഫത്തിൻ്റെ മധുരം കൊണ്ട് മരണവേദനയെ മറികടന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു നമ്മളോട് വിട പറഞ്ഞു. മാഷാ അല്ലാഹ്, ആ തുല്യതയില്ലാത്ത മഹബ്ബത്തിൽ ലയിച്ചു ചേരാൻ നമുക്കും അല്ലാഹു ഭാഗ്യം തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.